പാലാ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലാണ്. അതുകൊണ്ട് അപകടമാണ്. ആ കാറ് വന്ന് ആ ബൈക്കെ തട്ടി. ആ ബൈക്കുകാരൻ്റെ കാല് പോകേണ്ടതായിരുന്നു. ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് അതാ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ആ പുള്ളി ആ ലോറിക്കടിയിൽ പോകേണ്ടതായിരുന്നു. ഇതാണിപ്പോൾ പാലാ സിവിൽ സ്റ്റേഷൻ്റെ അവിടെയുള്ള ജംഗ്ഷനിലെ അവസ്ഥ ഇതാണ്. ഇത്രയും വീതിയിൽ ബൈപ്പാസ് ഉണ്ടാക്കിയിട്ട് ഒരു ഫ്രീ ലെഫ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടിരുന്നെങ്കിൽ നടുക്കൂടെ ഒരു ഡിവൈഡർ വെച്ച് ഈ കോൺ ഇവിടെ ഈ കറക്റ്റ് ത്രികോണം പോലെ ഉണ്ടാക്കാതെ ഒരു ശകലം കൂടി അവിടെ സ്ഥലം ഏറ്റെടുത്തിരുന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് ഫ്രീ ലെഫ്റ്റ് ഉണ്ടാക്കാനുള്ള സ്പേസ് കിട്ടിയേനെ. റൈറ്റ് സൈഡിലുണ്ട് താനും. റൈറ്റ് സൈഡിൽ ഇഷ്ടം പോലെ സ്പേസാണ് അവിടെ. ശരിക്കും ഉണ്ടാവേണ്ടിയിരുന്നത് ഈ രാമപുരം ഭാഗത്തേക്ക് തിരിയുന്നിടത്തായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വണ്ടികൾ കിടന്ന് അവിടെ തിരുവാതിര കളിക്കുകയാണ്. പോലീസുകാരുണ്ട്, അവരെ എന്തോരം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് രാമപുരം റോഡിലേക്ക് തിരിയാനുള്ള വണ്ടികൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് നേരെ പോകാനുള്ള വണ്ടികൾക്ക് പോകത്തില്ലാത്ത അവസ്ഥയാണ്. ഇതുപോലെ തന്നെ മരിയൻ ജംഗ്ഷനിലും റോഡിൻ്റെ നടുക്കൊരു വീടിരിക്കുകയാണ്. എത്രയോ കാലമായിട്ടുള്ള വീടാണ്. അത് അവിടുന്ന് മാറ്റാൻ ഇത്രയും കാലമായിട്ട് നടപടിയായിട്ടില്ല.